അനശ്വര സിൽക്സ് അറ്റ് ജിമാൾ, സൗത്ത് ബസാർ, കണ്ണൂർ. ജീവിതത്തിൽ ഞാനൊന്നും കണ്ടിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല, എന്തെല്ലോ ചെയ്ത് എല്ലാം മതിയായി. ഫ്രണ്ട്സും ഗ്യാങ്ങും പിന്നെ ലവും. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. നീ എന്താ അവിടെ പൊട്ടന്മാരൊക്കെ ചെയ്ത നീ അവിടേക്ക് ഇവിടെ ഒരാഴ്ചയായിട്ട് ഇവൻ്റെ ഒരു വിവരമില്ല. നമ്മളാരും പോട്ടെ, പിന്നെ എന്തു പറയാൻ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചോണ്ടോ? ഓനെന്ത് പറയാനാ, മടുത്തിട്ടുണ്ടാവും എല്ലാം കൊണ്ട്. മതി, നിർത്ത്. എന്റെ പേര് പറഞ്ഞിട്ട് ആരും തമ്മിൽ തല്ലണ്ട. നിന്നിൽ നിന്നും ഇങ്ങനെ ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല. ആൽബി, 4 കൊല്ലമില്ലാത്ത എന്ത് പ്രൈവസിയാണ് നിനക്കെന്ന ആവശ്യം? എന്നാലും നീ എല്ലാം ഒഴിവാക്കിയ കൂട്ടത്തിൽ എന്നെ ഒഴിവാക്കിയല്ലോ. സന്തോഷം. നിനക്ക് വേണ്ടാത്ത പ്രണയം എനിക്കും വേണ്ട. നീയായി നിന്റെ പാടായി എന്ന് കാണുന്നു തോന്നുന്നു. അന്ന് നീ മുമ്പ് ഇങ്ങനെയായിരുന്നില്ല ഞാൻ. എൻ്റെ ജീവിതത്തിലെ സുവർണകാലമാണ് 10ാം ക്ലാസ്. നീ വെറുതെ തട്ടിട്ട് പറഞ്ഞ ചിരി നോക്കി വല്ലതും കാണിച്ചിട്ട് എനിക്ക് ഞാൻ പറഞ്ഞു നീ കേൾക്കാറിയോ? സഞ്ജയ്, രാവിലെ തന്നെ തുടങ്ങിയതാ. മതി ബാബാ. എന്താ ഒരു മിനിറ്റ് കൈ വിട്. എന്താ സൈഡോടെ ഓൻ ബാക്കിലായിട്ടുണ്ടാവും. നീ ബാ. അവിടെ വീട്ടിൽ എന്ത് നാളെ കളിക്കുന്നു? കൊറേ ദിവസം
നീ എന്തിനാ സെയ്തിന്റെ പേര് കേൾക്കും ഇങ്ങനെ ചൂടാവുന്നേ? എനിക്കിഷ്ടല്ല ഷെയ്ത്താനെ. ഓൻ്റെ ഒരു നോട്ടവും കളിയും ചിരിയും വർത്താനും. അതിൻ്റെ ഇടയ്ക്ക് അനനോട് ചോദിക്കുക ഞാൻ നിക്കാഹ് ചെയ്തോട്ടെ എന്ന്. വലിയ ഹീറോ ആണെന്ന വിചാരം. റിഷാന പറഞ്ഞ ആ സെയ്ത്താനാണ് ഈ ഇരിക്കുന്നത്. സോറി, ഇതല്ല ഈ വരുന്നത്. എന്താടാ? നീ പുതുതായിട്ട് എന്നാ കുള്ളൻ ചക്കനെ കണ്ടിരാ? ഇല്ല. മോനെ സിത്താറിന്റെ മുമ്പിൽ വെച്ചാ പേര് വിളിച്ചടാ. എന്ത് കുള്ളാന്ന്. കൊള്ളാന്നല്ല വിളിച്ചോളൂ. അതിനിപ്പോ എന്താ? ഓനൊരു ദിവസം കൈ കിട്ടും, നോക്കിക്കോ. ഓന ഓന അനക്കതല്ല ഇവനെ കുള്ള നമുക്ക് വിളിക്കാം. പക്ഷെ ഓനെ വിളിക്കാൻ അധികാരം ഇവനെ കട്ടിക്കുള്ളനാണ്. കേട്ടാ എന്നൊന്ന് തായർക്ക് കേട്ടോ. ഇതിലും ഭേദം തടിയിൽ തിന്നാൻ കൊടുത്തൂടെ? പാഠപുസ്തകത്തിലെ ഗ്രാമറും കണക്കും CO2 ഞാൻ ശ്രദ്ധിച്ചില്ല. എൻ്റെ ശ്രദ്ധ ഒരു സബ്ജക്റ്റിൽ മാത്രമായിരുന്നു. അഞ്ജന, എൻ്റെ അഞ്ജന. അവളുടെ ചില ശൈലികൾ, അതാണ് അവളെ എന്നിലേക്ക് ആകർഷിച്ചത്. എല്ലാ ഒലിപ്പീര് കേസുകളെ പോലെ ഒലിപ്പിച്ച് നടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. രണ്ടും കൽപ്പിച്ച് ഞാൻ എന്റെ പ്രണയം പറയാൻ തീരുമാനിച്ചു. മുള്ളൊക്കെ വരുന്നുണ്ടാ? വരുന്നുണ്ടാ? മുള്ളോ പറയണേ പറയണേ. അഞ്ജന, 1 ലിമിറ്റ്. അല്ലോ പോയി പോയി പോയി, ലിമിറ്റ് അല്ലടാ, മിനിറ്റ്. പുതിയല്ലോ പറ. ഐ ലവ് യു. കർത്താവാണ് സത്യം. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല അവൾക്ക് എന്നെ ഇഷ്ടമാകുമെന്ന്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിയേടെ 1 2 3 എന്താണിത്? പാർക്കാ? റിഷാന! ആ പ്രണയം സ്കൂൾ പടികളിൽ നിന്നും ക്യാമ്പസ് പടികളിലേക്ക് വളർന്നു. ഓർക്കുട്ടിൽ നിന്നും ഫേസ്ബുക്കിലേക്ക് നമ്മൾ മാറിയതുപോലെ.
അതാ അങ്ങനെയൊന്നുമില്ലല്ലോ. മാറാ കാണിച്ചാ ഇവരെ കൂടാതെ എനിക്കൊരു ഫ്രണ്ട് കൂടിയുണ്ട്. ആള് പ്രൈവറ്റ് ഹോസ്പിറ്റൽ നേഴ്സാ. അല്ല രവിയേട്ടാ, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? ഒരു പെണ്ണൊക്കെ കെട്ടണ്ടേ? പെണ്ണിൻ്റെ ആവശ്യം നമുക്ക് എപ്പോഴാടാ വരുന്നത്? എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ഉത്തരവാദിത്തമേ ഉള്ളൂ, എൻ്റെ അമ്മ. അതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട. ആട്ടെ, നിന്റെ പരിപാടി എന്താ? ഞാൻ ഹാപ്പിയാണ്. 6 മാസം കൊണ്ട് കോഴ്സ് കഴിയും. പിന്നെ അപ്പച്ചൻ്റെ എസ്റ്റേറ്റ് നോക്കണം. അതിനിടയ്ക്ക് അമ്മച്ചേനെ കൂട്ടി അഞ്ജനാൻ്റെ വീട്ടിൽ പോകണം. ആൽബി, ഇപ്പം നീ ഇങ്ങനെ പറയും, പക്ഷെ നാളെ നീ നിന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദിവസം വരും. അന്ന് നീ തിരിച്ചറിയും ജീവിതം എന്താണ്. രവിയേട്ടാ, നിങ്ങളിപ്പോൾ ഇത് പിടി, ബാക്കി നമുക്ക് നാളെ പറയാം. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അമ്മച്ചി, ചായ. ഒരു മാറ്റമില്ല. ആൽബർട്ടാ, ബോള് ബോള്. ബോളൊന്നുമില്ല, പോടെ. എൽസി ആന്റി, ആൽബർട്ടാ സിഗരറ്റ് വലിക്കുന്ന. എന്നതാടാ ആൽബി? ഒന്നുമില്ല അമ്മച്ചി, ദേവൂട്ടൻ ബോളെടുക്കാൻ വന്നാ. ആൽബർട്ടാ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട. അമ്മച്ചി, ഞാൻ ഇറങ്ങാം. മോനെ, ദീവച്ചി, നിങ്ങൾ ബേജാറാവല്ലേ? എന്റെ വണ്ടിയുണ്ട്. ഡോറൊക്കെ നിർത്ത് നിർത്ത് നിർത്ത്. ദീവച്ചി, നിങ്ങൾ പേഴ്സൊന്നും എടുക്കണ്ട, വാ. രവേട്ട, ദേവിടെ കളിക്കുമ്പോ വീണു.
വിളിച്ചിട്ടൊന്നും അറിയുന്നില്ല. ദീപേ, ഞാൻ പറഞ്ഞതല്ലേ എന്നോട് ശ്രദ്ധിക്കണം. അത് രവിയേട്ട ഇപ്പൊ എവിടെയുള്ളേ? ആൽബിയുടെ വണ്ടിയിലാ. ഞങ്ങൾ അങ്ങോട്ട് വരിക. നീ ആൽബിക്ക് ഫോൺ കൊടുക്ക്. ആൽബി, ഹലോ ആൽബി, നീ എത്രയും പെട്ടെന്ന് അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്ക്. എന്തിനാ രവിയേട്ട അത്രയും ദൂരം വരുന്നത്? ഇവിടെ എവിടെയെങ്കിലും കാണിച്ചാൽ പോരെ? ആൽബി, നീ ഞാൻ പറയുന്ന പോലെ ചെയ്. രവിയേട്ടാ, ദേവുണ്ടെന്ന് ശരിക്കും? കാര്യം കുറച്ച് മോശം. ഇനി കീമോ മാത്രമേ ചെയ്യാനുള്ളൂ. അധികം ആരും അറിയണ്ടെന്ന് വെച്ചിട്ടാ നിന്നോട് പോലും പറയാതിരുന്നത്. ഇത്രയും ചെറിയ പ്രായത്തിൽ കുട്ടികൾക്കൊക്കെ എങ്ങനെ? ഈ രോഗം, ഇതിൻ്റെയൊക്കെ കാരണം നമ്മളൊക്കെ തന്നെയാണ്. കള്ളു കുടിക്കുന്നില്ല, സിഗരറ്റ് വലിക്കുന്നില്ല, ഹാൻസ് വെക്കുന്നില്ല, പിന്നെ എങ്ങനെ രവിയേട്ട കുട്ടികൾക്ക്? ഇന്നത്തെ കാലത്ത് ഗർഭിണികൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ നിലവാരം നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബന്ധുക്കളായാലും ഭർത്താക്കന്മാരായാലും കൊണ്ടുകൊടുക്കുന്ന ഭക്ഷണം പഴവർഗ്ഗങ്ങളാണ്. പുറത്തുനിന്നും വരുന്ന പഴങ്ങളിൽ എന്തെല്ലാം ചേർക്കുന്നുണ്ട് നിനക്കറിയില്ല ആൽബി. ഒറ്റ ദിവസം കൊണ്ട് പച്ചമാങ്ങ പഴുപ്പിക്കുന്ന തട്ടിപ്പ് വരെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതുപോലുള്ള കാരണങ്ങൾ മതിയടാ ഒരു ഗർഭസ്ഥ ശിശുവിൽ ക്യാൻസറിൻ്റെ വിത്ത് വിതയ്ക്കാൻ. ഇത്തരം അനീതികൾ കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസ് ശരാശരി 100-നടുത്ത് വരും. മാഷേ. രവിയോ, മോള് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. പോയിട്ട് വാ മാഷേ. ഇതാ തെയ്യം കെട്ടുന്ന ആളല്ലേ? അതെ, അയാളുടെ മോളിപ്പോൾ എവിടെയാണ്? 5-6 മാസമായിട്ട്. അപ്പോൾ ദേവൂട്ടൻ അതുപോലെ തന്നെ? ദേവൂട്ടൻ്റെ കാര്യം പാരമ്പര്യം. അവൻ്റെ അച്ഛൻ്റെ കാര്യം നിനക്ക് അറിയുന്ന കാര്യമല്ലേ? ഒരു ചെയിൻ സ്മോക്കറായിരുന്നു. അതിൻ്റെ ഭവിഷ്യത്താണ് ദേവൂട്ടൻ ഇപ്പോൾ അനുഭവിക്കുന്നത്. നീ എൻ്റെ കൂടെ വാ. ഇതുപോലെ ഒരുപാട് ദേവൂട്ടന്മാരെ ഞാൻ കാണിച്ചു തരാം. ജീവിതത്തിലേക്ക് പിച്ച വെച്ച് നടക്കുന്നതിനേക്കാളും മുമ്പേ നിന്ന് പോയവരാണിവർ. ഒരു പിക്നിക്കിന് കൊണ്ടുപോകുന്നത് പോലെയാണ് അച്ഛനമ്മമാർ കുട്ടികളെ സിനിമ കാണിച്ചും ബീച്ചിൽ കറങ്ങിയും ഇവിടെ എത്തിക്കുന്നത്. പക്ഷെ അവരറിയുന്നില്ല, കീമോ പോലുള്ള ചികിത്സക്കാണ് അവരിവിടെ എത്തിയത്. ഒരു നേരത്തെ അന്നത്തിന് പോലും വഴി കണ്ടെത്താൻ കഴിയാതെ മകളുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ പെടാപ്പാടുപെടുന്ന അച്ഛനമ്മമാരെ നിനക്കിവിടെ കാണാൻ പറ്റും. പിന്നീട് ഞാൻ കോളേജിൽ പോയിട്ടില്ല. അഞ്ജന വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ഫ്രണ്ട്സിനെ കണ്ടില്ല. രവിയേട്ടൻ്റെ വാക്കുകൾ അതുമാത്രമായിരുന്നു മനസ്സിൽ. ആ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു.
ആൽബിയാട്ടാ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട. ഇത് ഞാനായിട്ട് വരുത്തി വെച്ചതാ, ആർക്കും പങ്കില്ല. മഹത്തരമെന്ന് സ്വയം വിശേഷിക്കപ്പെട്ട ജീവികൾ നാം എന്തിനൊക്കെയോ വേണ്ടിയുള്ള ഒട്ടപ്പാച്ചിലിൽ പലതും മറന്നുപോകുന്നു. പെറ്റമ്മയെയും സ്വന്തക്കാരെയും എല്ലാം മറക്കുന്നു. എന്തിനു വേണ്ടി ഇങ്ങനെ ഓടുന്നുവെന്ന് അവർക്കും അറിയില്ല. പലതും നേടിയെന്ന അഹംഭാവം മാത്രം. ഒന്നും നേടിയില്ല എന്നത് നഗ്ന സത്യം. എത്ര നേടിയാലും എത്ര ഉയർച്ചകളിലേക്ക് എത്തിയാലും അവന്റെ ആർത്തി ശമിക്കുന്നില്ല. വഞ്ചിച്ചും കാപട്യം കാണിച്ചും അങ്ങനെ നാടകീയ ജീവിതം നയിക്കുന്നു. സ്വയം ഒരു കാര്യം മനസ്സിലുറപ്പിക്കുക, നാളെ രാവിലെ കണ്ണു തുറക്കുമെന്നത് നമ്മുടെ സ്വപ്നം മാത്രം. കൂടെയുണ്ടാവുമെന്ന് കരുതുന്നവരെല്ലാം മരണമെന്ന ഉദ്യാനത്തിലേക്കുള്ള സഹയാത്രികർ മാത്രമാണ്. നാം എല്ലാവരും തനിച്ച് തനിച്ച്. ഓക്കെ, നേരെ കരഞ്ഞോണ്ട് താഴെ നോക്കിയിട്ട് റെഡി റോളിംഗ്. ഡയലോഗടാ, കട്ട് കട്ട് വിട്ടോ. നന്നായി നന്നായി മക്കളെ നടന്നോ? എന്താടാ ഇത് ചായ റെഡി റെഡി സ്റ്റെപ്പ് ബാക്ക് പോയ സോറി ഡയലോഗ് ഐ ലവ് യു. അയ്യ പകച്ചു പോയി.